എല്ലാവർക്കും സുഖമാണല്ലോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമില്ലാത്ത ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ ജീവിതമല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. പേടിക്കണ്ട, ശരിയാവും. പണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പോൾ ഭയങ്കര സിമ്പിളായില്ലേ. അതേപോലെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ സങ്കടം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. അപ്പോൾ ഇപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് പോവുകയാണ്. നീറ്റിൻ്റെ സിലബസ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മിക്ക ക്വസ്റ്റ്യൻസും നീറ്റ് സിലബസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഉള്ളത്. പക്ഷെ നീറ്റ് പാറ്റേൺ അല്ല. അതായത് നീറ്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നീറ്റിൽ ചോദിക്കുന്ന സ്ഥിരം ടൈപ്പ് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഫോർമുലാസ്, ചില ടൈപ്പ് കേസസ്, അങ്ങനെയാണ് നീറ്റിലും ജെഇമെയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അഡ്വാൻസിൽ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കാം. ഒളിമ്പിയാഡിലൊക്കെ പോകുമ്പോൾ വേറെ ടൈപ്പ് മോഡലിലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നീറ്റ് കുട്ടികൾ ഇത് സിലബസിനുണ്ട്, പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ അത് കണ്ടാൽ നല്ലതാണ്. ഇതിനേക്കാളും കുറച്ച് മുകളിൽ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. കാരണം നീറ്റ് എക്സാംസ് ഒക്കെ സിമ്പിളാവും. നല്ല റാങ്ക് വേണമെങ്കിൽ, 100 അടിയിൽ താഴത്തെ റാങ്ക് വേണമെങ്കിലൊക്കെ ഇങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ സമയമില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ നിൽക്കരുത്. അഡ്വാൻസിൻ്റെ കുട്ടികൾ മാത്രം ഇത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡിലൊരു പാർട്ടിക്കിൾ മേലെ നിന്ന് താഴോട്ടേക്ക് എറിയുന്നു. അത് 100 മീറ്റർ എന്നാണ് താഴോട്ടേക്ക് എറിയുന്നത്. അതേപോലെ 15 മീറ്റർ പെർ സെക്കൻഡിൽ വേറൊരു പാർട്ടിക്കിൾ മേലോട്ട് എറിയുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വെൻ ആൻഡ് വേർ ഡു ദേ മീറ്റ്, എവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, എവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, വെൻ എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്, അതായത് സമയം, എത്ര സമയത്താണ് അത് രണ്ടും കൊളൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നത്, പിന്നെ എവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ കുട്ടികളെല്ലാവരും അത് ചെയ്യും. കാരണം നമ്മൾ പഠിച്ചത് എന്താ, ഒരു പാർട്ടിക്കിൾ ഓവർടേക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ മീറ്റ് ചെയ്യുമ്പം, ഒരു പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്യുമ്പം രണ്ടിൻ്റെയും പൊസിഷൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്കിത് 2 വിധത്തിൽ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് നമ്മളിത് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് ചെയ്യാണ്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇത് രണ്ടും ഒരേ പൊസിഷനിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മേലെ നിന്ന് എറിഞ്ഞ ആളെ നോക്കുകയാണ്. മേലെ 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞ ആളെ കാര്യം നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 0 ഒറിജിൻ വെക്കുകയാണ്. താഴോട്ട് നമ്മൾ പോസിറ്റീവാക്കി എടുക്കുകയാണ്. സോ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ എവിടെയെങ്കിലാണെങ്കിൽ നമ്മളത് എച്ച് എന്ന് വിളിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ 0 എന്ന് വിളിക്കുകയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എച്ച് എന്ന് വിളിക്കുകയാണ്. ഈ 2 പാർട്ടികളും മീറ്റ് ചെയ്യുന്ന പൊസിഷൻ ഇവിടെയാണ് വിചാരിക്കുക. ഈ പാർട്ടികൾ ഞാൻ തൽക്കാലം ഇങ്ങനെ കറുപ്പിക്കാം. ഇത് കറുത്ത പാർട്ടികൾ, കറുപ്പിച്ച പാർട്ടികൾ. വേറൊരു പാർട്ടികൾ മറ്റേ പാർട്ടികൾ ഇവിടെ, ഈ പാർട്ടികൾ ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഇതൊരു എച്ച് ഹൈറ്റിനാണ് മീറ്റ് ചെയ്യുന്നത്. ഈ ടോട്ടൽ ഹൈറ്റ് നമ്മൾ 100 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഗ്രൗണ്ട് വരെ 100 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊസിഷനത്തിലേക്ക് ഇവിടെ 0, ഇവിടെ ഞാൻ എന്ത് പറയുന്നത് 100 എന്ന് പറയാം. അതായത് താഴോട്ടേക്കാണ് ഞാൻ എന്ത് പറയുന്നത്, പോസിറ്റീവ് പറയുന്നത്. ഇവിടെ 0, ഇവിടെ പൊസിഷൻ എന്തായിരിക്കും, എച്ച് ആയിരിക്കും. ഇവിടെ പൊസിഷൻ എന്തായിരിക്കും, 100 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ആദ്യം ഈ പാർട്ടിക്കുള്ള മാത്രം കാര്യം നോക്കുകയാണ്. ഈ പാർട്ടിക്കുള്ള കാര്യം മാത്രം നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ പാർട്ടിക്കുള്ള കാര്യം മാത്രം നോക്കുമ്പോൾ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ, അതായത് എച്ച് മൈനസ് 0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ആണ് എടുത്തത്. യു ഡെൽറ്റ ടി, യു എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. താഴോട്ടേക്കാണ്, താഴോട്ട് ഞാൻ പോസിറ്റീവ് എടുത്തത്, അതുകൊണ്ട് 10 ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. ഏതുള്ളത് ആക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. താഴോട്ടേക്കാണ് ആക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവുന്നത് ജി ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എച്ച് കിട്ടും. എച്ച് എന്താ കിട്ടാൻ, എച്ച് ഈസ് ഈക്വൽ ടു 10 ഡെൽറ്റ ടി. ഞാൻ തൽക്കാലം ജി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കുകയാണ്. 9.8 ആണ്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 10 എടുക്കുകയാണ്. അപ്പോൾ 10 ബൈ 2 എടുത്താൽ 5 ആയി. ഇവിടെ എന്തായി, 5 ഡെൽറ്റ ടി സ്ക്വയർ കിട്ടി. അപ്പോൾ എച്ചിൻ്റെ ഒരു ഇക്വേഷൻ 10 ഡെൽറ്റ ടി പ്ലസ് 5 ഡെൽറ്റ ടി സ്ക്വയർ ആണ്. ഇനി അതേപോലെ നമ്മൾ ആരെന്ത് ചെയ്യാണ്, നമ്മുടെ രണ്ടാമത്തെ പാർട്ടികളുടെ കാര്യം ചെയ്യണം. രണ്ടാമത്തെ പാർട്ടികൾ മേലോട്ടാണ് എറിഞ്ഞത്. പക്ഷെ അതിൻ്റെ ഫൈനൽ പൊസിഷൻ എന്താണ്, ഈ രണ്ടാമത്തെ പാർട്ടികളുടെ ഫൈനൽ പൊസിഷൻ എച്ച് ആണ്. ഇനീഷ്യൽ പൊസിഷൻ ഏതാണ്, ഇനീഷ്യൽ പൊസിഷൻ എറിഞ്ഞത് ഇവിടെ നിന്നാണ് 100 മീറ്റർ എന്നാണ്. അതുകൊണ്ട് തന്നെ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ എന്ത് വരും, എച്ച് മൈനസ് 100. ഡെൽറ്റ എക്സ് എച്ച് മൈനസ് 100 ആകുന്നത്. യു ഡെൽറ്റ ടി, യു എങ്ങോട്ടൊക്കെ അറിയുന്നത്, പാർട്ടികൾ മേലോട്ടാണ് അറിയുന്നത്. നമ്മൾ താഴോട്ടാണ് പോസിറ്റീവ് എടുത്തത്, അപ്പോൾ മേലോട്ട് എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും, മൈനസ് 15 ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. ആക്സിൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടേക്കാണ്, താഴോട്ടേക്കാണ്. അപ്പോൾ താഴോട്ട് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പ്ലസ് ജി ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എച്ച് മൈനസ് 100 ഈസ് ഈക്വൽ ടു മൈനസ് 15 ഡെൽറ്റ ടി പ്ലസ് 5 ഡെൽറ്റ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുട്ട് ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2.
സോ എച്ചിന്റെ ഇക്വേഷൻ 10 ഡെൽറ്റ ടി പ്ലസ് 5 ഡെൽറ്റ ടി സ്ക്വയർ ആണ്. അതുകൊണ്ട് ഞാൻ അത് ഇതാണ് 10 ഡെൽറ്റ ടി പ്ലസ് 5 ഡെൽറ്റ ടി സ്ക്വയർ. ഇതാണ് എച്ച്. മൈനസ് 100, അപ്പോൾ മൈനസ് 100 will be equal to minus 15 delta t plus 5 delta t square. 5 delta t square 5 delta t square പോയി. മൈനസ് 15 ഡെൽറ്റ ടി ഇങ്ങോട്ടേക്ക് എടുക്കാം, അവിടെ എന്താവും 25 ഡെൽറ്റ ടി ആയി. മൈനസ് 100 അങ്ങോട്ട് എടുക്കാം, അപ്പോൾ എന്തായി പ്ലസ് 100 ആയി. അപ്പോൾ അതിൽ നിന്ന് ഡെൽറ്റ ടി എന്ത് കിട്ടും? 100/25 ഡെൽറ്റ ടി എന്ത് കിട്ടി? 4 സെക്കൻഡ്സ് കിട്ടി. 4 സെക്കൻഡ്സ് ആണ് ഡെൽറ്റ ടി കിട്ടി. ഇതേ ടൈം നമുക്ക് റിലേറ്റീവ് ഫ്രെയിം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്രെയിമിന് ചെയ്യുന്നത്. നമ്മൾ റിലേറ്റീവ് ഫ്രെയിമിന് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഫ്രെയിം ഓൺ നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡിൽ വെക്കാം ഈ ഫ്രെയിം, അല്ലെങ്കിൽ 15 മീറ്റർ പെർ സെക്കൻഡിൽ വെക്കാം. തൽക്കാലത്തിൽ ഞാൻ 10-15 ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞ് ഇതാക്കണ്ടേ? ഓക്കെ, ഞാൻ 15 മീറ്റർ പെർ സെക്കൻഡിൽ വെക്കാണ്. 15 മീറ്റർ പെർ സെക്കൻഡിന്റെ മേലെ ഫ്രെയിം വെക്കാണ്. ഫ്രെയിം ഓൺ ഈ പാർട്ടിൽ 15 മീറ്റർ പെർ സെക്കൻഡിന്റെ മേലെ വെക്കാം. അപ്പം അങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇയാളെ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി റിവേഴ്സ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ വെലോസിറ്റി എന്താവും? 10 ഓൾറെഡി ഉണ്ട്, ഇവിടെ എത്രയായി? 25 മീറ്റർ പെർ സെക്കൻഡ് ആയി. മനസ്സിലായില്ലേ? ഇത് ഇയാളെ നമ്മൾ എന്തെങ്കിലും വെക്കും? ഇയാളെ റെസ്റ്റാന്ന് പറയും. ഇയാളെ റെസ്റ്റാക്കി ഇയാളെ വെലോസിറ്റി തിരിച്ചു കൊടുത്ത്. വെലോസിറ്റി മാത്രമാണ് സാർ തിരിച്ചു കൊടുക്കേണ്ടത്? ഇല്ല, വേറെ ഇത് കൊടുക്കണം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ഇയാളെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി താഴോട്ടുണ്ട്. ഇതേ പാർട്ടിൽ ഈ പാർട്ടികളുടെ മേലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടൊക്കെ ഉള്ളത്? ജി താഴോട്ടുള്ളത് അല്ലേ? രണ്ട് പാർട്ടികളുടെ മേലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? അത് രണ്ടും താഴോട്ടൊക്കെ അല്ലേ? അതാ വരച്ചത്. ഇനി നമ്മൾ റിലേറ്റീവ് ആക്സലറേഷൻ എങ്ങനെയാ ചെയ്യാം? ഇയാളെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് നമ്മൾ മായിച്ചിട്ട് തിരിച്ചിട്ട് ഇയാൾക്ക് കൊടുക്കും. അപ്പോൾ ഈ പാർട്ടികൾ ഓൾറെഡി ജി താഴോട്ടുണ്ട്, പിന്നെ ഇയാളെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ എന്താക്കും? തിരിച്ചിട്ട് മേലോട്ട് കൊടുക്കും. അപ്പോൾ എന്താവും? ഇങ്ങോട്ടേക്ക് ജി വേറെയുണ്ട്, അപ്പോൾ ജി താഴോട്ട് ജി മേലോട്ട്, അപ്പോൾ എന്തായി? 0 ആയി. അപ്പോൾ ഇയാളെ ആക്സലറേഷൻ എന്താവും? 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവും. മനസ്സിലായില്ലേ? അപ്പം ഇയാളെ ആക്സലറേഷൻ 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഇയാളെ ആക്സലറേഷൻ 0 ആണ്, ഇയാളെ വെലോസിറ്റി 0 ആണ്. ഈ പാർട്ടികൾ 25 മീറ്റർ പെർ സെക്കൻഡിൽ താഴോട്ട് സ്പീഡിൽ വരാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഡെൽറ്റ ടി കാണാം. കാരണം എന്താ? ഈ ഹൈറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 100 മീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ടി ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഇവിടെ ഡിസ്റ്റൻസ് ഉള്ളത് 100 മീറ്റർ ആണ്. സോ നമുക്ക് പറയാം 100 മീറ്റർ ഡിവൈഡ് ബൈ 25 മീറ്റർ പെർ സെക്കൻഡ്. സോ ഡെൽറ്റ ടി നമുക്ക് എന്താണ് കിട്ടി? 4 സെക്കൻഡ് ആണ് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഡെൽറ്റ ടി 4 സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ടി 4 സെക്കൻഡ് എന്ന് പറയാം. നിങ്ങൾ നോക്ക്, റിലേറ്റീവ് ആക്സലറേഷൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടില്ലേ? നമുക്ക് 2 സ്റ്റെപ്പേ ഉള്ളൂ, ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ അല്ലേ? ജസ്റ്റ് റിവേഴ്സ് ചെയ്യുന്ന അപ്പോഴത്തേക്കും ഉത്തരം കിട്ടി. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കൂട്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി സോൾവ് ചെയ്ത് വരും, ഒരു സമയം എടുക്കും. പക്ഷേ ഓക്കെ, ഇനി നമ്മൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പൊസിഷൻ കാണാം. ഇത് നമ്മളെന്താണ്? വെൻ ഡു ദേ മീറ്റിന്റെ ഉത്തരമാണ്. ഇപ്പം എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്, എത്ര സമയത്താണ് മീറ്റ് ചെയ്യുന്നത് ഉത്തരമാണ് 4 സെക്കൻഡ്. ഇനി വേർ ഡു ദേ മീറ്റ് മീറ്റിന്റെ ഉത്തരം കാണാം. അപ്പോൾ വേർ ഡു ദേ മീറ്റ് ഉത്തരം എങ്ങനെ കാണാം? പുട്ട് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ് ഇൻ. എവിടെ മീറ്റ് ചെയ്യുന്നത്? എച്ചിലാണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ? ഈ എച്ച് ഇതാണ് ഹൈറ്റ്, ഇവിടെ മീറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ടിൽ നിന്നും ഇത്ര ഈ മേലെ നിന്നും ഇത്ര ഡൗൺവേർഡ് ആയിട്ട് എച്ച് മീറ്ററിലാണ് മീറ്റ് ചെയ്യുന്നത് പറയാം. അപ്പോൾ എച്ച് നമ്മൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ എന്താക്കുക, ഇക്വേഷൻ നമ്പർ 1 ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ് അപ്ലൈ ചെയ്യാം. പുട്ട് ഡെൽറ്റ ടി ഇൻ ഡെൽറ്റ ടി ഈസ് 4 സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 1 എന്ന് തൽക്കാലം ഇതാണ്. സിമ്പിൾ അതല്ലേ? മറ്റേ എച്ച് മൈനസ് 100 അല്ലേ? അതിലിടാം, സെയിം ഉത്തരം വരാം. അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം, അതിലിട്ടാലും സെയിം ഉത്തരം വരാം. തൽക്കാലം ഞാൻ ഇതിലിടാണ്. അപ്പം ഇതിൽ നമുക്ക് എന്താ കിട്ടാം? എച്ച് ഈസ് ഈക്വൽ ടു 10 ഡെൽറ്റ ടി. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 10 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 4 സ്ക്വയർ. സോ ഇത് 40 പ്ലസ് 16 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 160 ആണ്. സോ 160ന്റെ പകുതിയാണ് വരാം. അപ്പം എത്ര വരാം? 80. സോ 80. അപ്പോൾ ഉത്തരം എത്രയായി? 120 മീറ്റർ. ഉത്തരം കിട്ടിയോ? കിട്ടി. പക്ഷെ തെറ്റല്ലേ? തെറ്റാണ്. കാരണം സാർ ഇവിടെ നോക്ക്, ഈ
നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഹൈറ്റ് എത്ര പറഞ്ഞത്? ഇവിടെ മുതൽ ഇവിടെ വരെ ഹൈറ്റ് എത്ര കിട്ടിയത്? 100 മീറ്റർ അല്ലേ? പക്ഷെ ഇപ്പം എത്ര കിട്ടിയത്? 120 മീറ്ററിലാണ് കൂട്ടിമുട്ടുന്നത്. 120 മീറ്റർ. ഈ എച്ചിന്റെ വാല്യൂ എവിടെ നോക്കുന്നത്? ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് താഴോട്ട്. അത് എത്ര കിട്ടിയത്? 120. അതായത് ഗ്രൗണ്ടും പൊളിച്ച് ഇവിടെ മീറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ എന്താ ഉദ്ദേശിച്ചത്? എടാ ഇങ്ങനെ തന്നത് ഒരു പാർട്ടിക്കിൾ താഴോട്ട് എറിയുന്നു അല്ലേ? ഒരു പാർട്ടിക്കിൾ താഴോട്ട് എറിയുന്നു, വേറൊരു പാർട്ടിക്കിൾ ഇങ്ങനെ മേലോട്ട് എറിയുന്നു. ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലല്ല. കൂട്ടിമുട്ടുന്നത് എവിടെയാണെന്നാ പറയുന്നത് ക്വസ്റ്റ്യനിൽ? ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് ഇവിടാന്ന് പറയുന്നത്. ഒരാളിങ്ങനെ പോയി ഇവിടെ മുതൽ ഇവിടെ വരെ 100 മീറ്റർ. എന്നിട്ട് ഇതും പൊളിഞ്ഞ് പുറത്തേക്ക് താഴത്തേക്ക് പോയി അയാൾ ഇവിടെ നിൽക്കുന്നു. ഇത് കറപ്പിച്ചിട്ടുള്ള ആളാണേ, കറപ്പിച്ചിട്ടുള്ള ആൾ. ഇനി മേലെ ഇയാളെന്താ ചെയ്യുന്നത്? ഇയാൾ ഇങ്ങനെ എറിഞ്ഞ ആള് അയാളിങ്ങനെ പോയി മേലോട്ട് പോയി താഴോട്ട് വന്ന് ഇവിടെ വന്ന് കൂട്ടിമുട്ടുന്നതാണ് പറയുന്നത്. ഇയാൾ രണ്ട് പൊസിഷനും സെയിം ആണ്. ഈ പൊസിഷൻ എത്രയാണ്? 120 മീറ്റർ. പക്ഷെ ഇത് എന്ത് തെറ്റാണ്? കാരണം എന്താ? ഗ്രൗണ്ടും പൊളിച്ച് താഴോട്ടേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഈ ഇക്വേഷൻ പ്രകാരം, രണ്ട് ഇക്വേഷൻ പ്രകാരം ഇത് ഉത്തരം എന്താ കിട്ടുന്നത്? 120 മീറ്ററിലാണ് കൂട്ടിമുട്ടുന്നതാണ്. അതിന്റെ കാരണം എന്തായിരിക്കും? അതിന്റെ കാരണം ഈ ഇക്വേഷൻ അറിയില്ല ഈ ഗ്രൗണ്ട് ഈ പാർട്ടിക്കിൾസിനെ തടഞ്ഞു വെക്കും എന്നുള്ള കാര്യം. നമുക്ക് ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എച്ച് ഈക്വൽ യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. ഇക്വേഷൻ അറിയോ? ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സാധനം എത്തിക്കഴിഞ്ഞാൽ പാർട്ടികൾ താഴോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇക്വേഷൻ അറിയോ? ഇക്വേഷൻ അറിയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? രണ്ടും തെറ്റായ ഉത്തരമാണ്. ഇതെന്താണ്? തെറ്റായ ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിയായ ഉത്തരം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ശരിയായ ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മൊത്തത്തിൽ വിഷ്വലൈസ് ചെയ്യണം. മൊത്തത്തിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ഈ പാർട്ടികൾ നേരെ താഴോട്ട് ഇങ്ങനെ വരും, ഇവിടെ വരെ അതിന് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇക്വേഷൻ പറയുന്ന പോലെ ഗ്രൗണ്ടും പൊളിഞ്ഞ് താഴോട്ട് പോകാൻ പാടില്ല. അതേപോലെ ഈ പാർട്ടികൾ എന്താ സംഭവിക്കാം? മേലെ ഇങ്ങനെ പോയി മാക്സിമം ഈ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതിന് പല കേസസ് പോസിബിൾ ആണ്. ഒന്നാമത്തെ കേസ് രണ്ട് പാർട്ടികളും ഇങ്ങനെ വരുന്ന സമയത്ത് അത് രണ്ടും കൂട്ടിമുട്ടുന്നു. രണ്ടാമത്തെ കേസ് ഈ പാർട്ടികൾ ഇങ്ങനെ പോകുന്നു, അതേ സമയത്ത് ഈ പാർട്ടികൾ താഴോട്ട് വരുന്നു, അപ്പോൾ ഇത് കൂട്ടിമുട്ടുന്നു. ഒന്ന് മേലോട്ട് പോയിട്ട് താഴോട്ട് വരുന്ന സമയത്ത് കൂട്ടിമുട്ടുന്നു. ഇങ്ങനെ ഒന്ന് നേരെ കൂട്ടിമുട്ടുന്നു. പിന്നെന്താണ്? മേലോട്ട് പോയിട്ട് ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് കൂട്ടിമുട്ടുന്നു അല്ലേ? ഇനി മൂന്നാമത്തെ പോസിബിലിറ്റി എന്താണ്? മൂന്നാമത്തെ പോസിബിലിറ്റി ഈ പാർട്ടിക്കിൾ ഇവിടെ വന്ന് വീണ് അതിനുശേഷം മറ്റേ പാർട്ടിക്കിൾ വന്ന് തട്ടുന്നു. മനസ്സിലായില്ല? ഇവിടെ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ താഴോട്ട് വീഴുന്നു, ഈ പാർട്ടിക്കിൾ മേലോട്ട് വീണ്, എന്നിട്ട് ഈ പാർട്ടിക്കിൾ അവിടെ വന്ന് വീണ്, എന്നിട്ട് ഈ പാർട്ടിക്കിൾ വന്ന് ഇരിക്കുന്നു. അങ്ങനെ പോസിബിളാണ്. ഇനി നാലാമത്തെ പോസിബിലിറ്റി എന്താണ്? നാലാമത്തെ പോസിബിലിറ്റി ഇവർ രണ്ടുപേരും ഇങ്ങനെ വീഴാണ്. പക്ഷെ ആദ്യം ഇയാൾ വന്ന് വീഴുന്നു. ഇങ്ങനെ വീഴുന്ന സമയത്ത് ആദ്യം ഇയാൾ വന്ന് വീഴുന്നു, എന്നിട്ടാണ് പിന്നെയാണ് ഇയാൾ വന്ന് മീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ വീഴുമ്പോൾ ഇയാൾ ആദ്യം വന്ന് ഗ്രൗണ്ടിൽ വീണ്, എന്നിട്ട് ഇയാൾ മറ്റാളെ കാത്തുക, എന്നിട്ട് മറ്റാൾ വന്ന് വീണു. മനസ്സിലായേ? അപ്പം അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മളത് എന്താക്കണം? മൊത്തത്തിൽ വിഷ്വലൈസ് ചെയ്യണം, എന്നാലും നമുക്ക് ആ ഐഡിയ കത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഓഫ് ഗ്രൗണ്ട് പാർട്ടിക്കിൾ can't move any further. ഇനി അധികം ദൂരം പോകാൻ പറ്റില്ല. അപ്പൊ ആരാണ് ആദ്യം ഗ്രൗണ്ടിൽ എത്തുന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമ്മൾ ഈ 15 മീറ്റർ പെർ സെക്കൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഈ 15 മീറ്റർ പെർ സെക്കൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. നമുക്കറിയാം എന്താണ്? 2u/g ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 2 × 15 ഡിവൈഡ് ബൈ 10 ആണ്. സോ 30/10 3 സെക്കൻഡ് ആണ്. അതിനർത്ഥം എന്താണ്? 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇയാൾ ഇവിടെ നിന്ന് വീണുണ്ടാവും. ആദ്യം ഇവിടെ നിന്ന് തുടങ്ങിയാണ് 15 മീറ്റർ പെർ സെക്കൻഡ് തുടങ്ങിയാണ്. t = 3 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇയാൾ ഇവിടെ ഉണ്ടാവും.
ഇങ്ങനെ പോയി ഇങ്ങനെ വീണു. അതേപോലെ ഈ പാർട്ടിക്കിൾ താഴത്തേക്ക് എത്താൻ എത്ര സമയം എടുത്ത് നോക്കാം. ഈ പാർട്ടിക്കിളിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാർട്ടിക്കിൾ താഴോട്ട് കയറിയുമ്പോൾ √2h/g എന്ന് എടുക്കാൻ പറ്റും? ഇല്ല. നമ്മൾ പാർട്ടിക്കിൾ റിലീസ് ചെയ്യുമ്പോഴാണ് √2h/g എടുക്കാം. താഴോട്ടേക്ക് എറിയണ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെർട്ടിക്കൽ സ്പീഡ് ഡിവൈഡ് ബൈ g. സോ ഇങ്ങനെ നമുക്ക് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ -10 + 10² + 2 × 10 × 100 ഡിവൈഡ് ബൈ g. എത്ര? 10. സോ ഇത് നമുക്ക് എത്ര വരാം? ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് വിൽ ബി ഈക്വൽ ടു -10 + √100 + 2000 വരും അല്ലേ? 20 × 100 2000 വരും ഡിവൈഡ് ബൈ 10. സോ ഇത് എത്ര വരാം? -10 + √2100 ഡിവൈഡ് ബൈ 10. സോ √2100 നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് -10 + സോ √2100 എന്ന് പറയുന്നത് 45.82 വരും. ഞാനത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടെത്തിയാണ്. സോ ഡിവൈഡ് ബൈ 10. സോ നമുക്കിവിടെ 35.82 ഡിവൈഡ് ബൈ 10 ആവും. അതായത് ഉത്തരത്തിൽ വരുന്നത് 3.582 സെക്കൻഡ്സ് എന്ന് വരും. അതായത് നമുക്ക് മനസ്സിലായ കാര്യം, ഈ പാർട്ടിക്കിൾ താഴത്തേക്ക് എത്താൻ എത്ര സമയം എടുക്കുന്നുണ്ട്? 3.58 സെക്കൻഡ് എടുക്കുന്നുണ്ട്. മറ്റേ പാർട്ടിക്കിൾ, ഇങ്ങനെ എറിഞ്ഞ പാർട്ടിക്കിൾ, മേലോട്ട് എറിഞ്ഞ പാർട്ടിക്കിൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരാൻ, ഇവിടെ താഴത്തേക്ക് ഇടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കുന്നുണ്ട്? 3 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എത്ര സെക്കൻഡിലാണ് കൊളീഷൻ സംഭവിക്കുന്നത്, ഏത് സമയത്താണ് കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സെക്കൻഡ് ആവുന്ന സമയത്ത് ഈ മേലെയുള്ള പാർട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. മേലെയുള്ള പാർട്ടികൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. മേലെയുള്ള പാർട്ടി ഇവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി 0.58 സെക്കൻഡ് എടുത്തിട്ടാണ് ഇയാൾ എന്താവുന്നത്? താഴത്ത് വന്ന് വീഴുന്നത്. ഈ 3 സെക്കൻഡ് ആവുന്ന സമയത്ത് ഈ പാർട്ടിൽ ഇവിടെ നിൽക്കുകയാണ്. ഇയാൾ ആരെ കാത്തുക്കുക? ഈ ബോൾ ആരെ കാത്തുക്കുക? താഴത്തുള്ള ആളെ കാത്തുക്കുക കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് എന്താക്കും? ബാക്കിയുള്ള 0.58 സെക്കൻഡ് എടുത്ത് ഇയാൾ ഇവിടെ കൊളൈഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ കൊളീഷൻ എത്ര സമയം എടുത്തു? അപ്പം കൊളീഷൻ എത്ര സമയം എടുത്തു? ഈ പാർട്ടിക്കിൾ താഴോട്ടേക്ക് വരാൻ എത്ര സമയം എടുത്തു? അതാണ് കൊളീഷൻ എടുത്ത സമയം. 3 സെക്കൻഡിൽ ഈ പാർട്ടിക്കിൾ താഴത്ത് വന്ന് നിന്ന് 3.58 സെക്കൻഡ് എടുത്തിട്ടാണ് ഇയാളെ താഴത്ത് വന്ന് വീഴുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കൊളീഷൻ എത്ര സമയം എടുത്തു? ഇയാൾ താഴത്തേക്ക് വീഴാൻ എത്ര സമയം എടുത്തു? അതാണ് കൊളീഷൻ എടുത്ത സമയം. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് പറയാൻ പറ്റും ടൈം ടേക്കൺ ഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു 3.582 സെക്കൻഡ്. 4 സെക്കൻഡ് അല്ല. മനസ്സിലായോ? 4 സെക്കൻഡ് എപ്പോഴാണ് നമുക്ക് നേരത്തെ തെറ്റായ ഉത്തരം കിട്ടാൻ കാരണം എന്താ? ഈ ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഇക്വേഷൻ അറിയില്ല. നമുക്കേ അറിയുള്ളൂ. ഈ ഗ്രൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പാർട്ടികൾ നിന്ന് പോകും എന്നുള്ള കാര്യം നമുക്കേ അറിയുള്ളൂ. നമ്മൾ Δx u Δt + a Δt² എന്നുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും പറഞ്ഞിക്കണോ ഗ്രൗണ്ട് ഒന്ന് നിൽക്കണം എന്നൊക്കെ ഇക്വേഷനിൽ ഡെറൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ലിമിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കേ അറിയുള്ളൂ ഗ്രൗണ്ട് വന്നാൽ പാർട്ടികൾ മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. സോ ഈ ഇത് ഇക്വേഷൻ പ്രകാരം എന്താ സംഭവിക്കുന്നത്? ഇയാൾ രണ്ടാളും 3.58 ഇവിടെ എത്തി, 3 ഇയാൾ ഇവിടെ എത്തി, 4 സെക്കൻഡ് ആകുമ്പോൾ രണ്ടുപേരും ഒരേ പൊസിഷനിൽ എത്തുന്നു. അങ്ങനെയാണ് ഇക്വേഷൻ പ്രകാരം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ, ഇത്തരത്തിൽ എന്ന് പറയുമ്പോൾ 2 പാർട്ടികൾ കൊളൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, അതിൽ എവിടെയെങ്കിലും ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇങ്ങനെ ഗ്രൗണ്ടിലാണ് ബൗണ്ടറി ഉള്ളത്, ആക്സലേഷൻ ഉണ്ട്, ആക്സലേഷൻ ഇവിടെ ഡ്യൂ ടു ഗ്രാവിറ്റി ആണുള്ളത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എന്താക്കണം? ടൈം ടേക്കൺ ഫോർ കൊളീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിൽ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ഈ പാർട്ടികൾ അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദിസ് പാർട്ടികൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? റിലേറ്റീവ് ഫ്രെയിമിൽ ചെയ്യാം. യൂസ് റിലേറ്റീവ് ഫ്രെയിം. നേരെ മറിച്ച് ടൈം ടേക്കൺ ഫോർ കൊളീഷൻ
ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദിസ് പാർട്ടിക്കിൾ ഓർ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദിസ് പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം ഈ കൊളീഷൻ എടുത്ത സമയം ഈ പാർട്ടിക്കിൾ ടൈം ഓഫ് ഫ്ലൈറ്റിനേക്കാളും കുറവാണെങ്കിൽ, അതായത് ഈ പാർട്ടിക്കിൾ ഇവിടെ കൊളൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈക്വൽ എന്ന് പറയുമ്പോൾ രണ്ടുപേരും കറക്റ്റ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ കൊളൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഫ്രെയിം ഉപയോഗിച്ചാൽ മതി. കാരണം ഗ്രൗണ്ടിന്റെ എത്തുന്നതിന് മുമ്പേ നമ്മൾ മാക്സിമം ഗ്രൗണ്ടിൽ എത്തുമ്പോഴേ കൊളൈഡ് ചെയ്യണുള്ളൂ. പക്ഷേ ടൈം ഓഫ് കൊളീഷൻ ഗ്രൗണ്ടും പൊളിച്ച് താഴത്തേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ ടൈം ഓഫ് കൊളീഷൻ ഗ്രേറ്റർ ദാൻ ഈ രണ്ട് പാർട്ടിക്കിളിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റിന് ഗ്രേറ്റർ ആവാം. ടൈം ഓഫ് കൊളീഷൻ എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ ഈ രണ്ട് പാർട്ടിക്കിളിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റിന് കൂടുതലാവാം? ഇത് രണ്ടും ഗ്രൗണ്ടും പൊളിച്ച് താഴോട്ട് പോകുമ്പോഴാണ്. പക്ഷെ അത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ടൈം ഓഫ് കൊളീഷൻ ഇങ്ങനെയാണോ നോക്കണം. ഇങ്ങനെയാണെങ്കിൽ യൂസ് റിലേറ്റീവ് ഫ്രെയിം, നേരത്തെ ചെയ്ത മെത്തേഡ്, നോർമൽ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ടൈം ഓഫ് കൊളീഷൻ ഈ രണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റിനെക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് പറയും? ഈ ടൈം ഓഫ് കൊളീഷൻ എന്ന് പറയുന്നത് ടൈം ഓഫ് കൊളീഷൻ ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ടി ഇത് ഓർ ടി ഈ പാർട്ടിക്കിൾ. ഹയർ ടി ആണ് ചൂസ് ചെയ്യേണ്ടത്. ഹയർ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഏതിനാണോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഹയർ ഉള്ളത് അതാണ് ഉത്തരം വരാം. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇയാൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇയാളാണ് നേരം വൈകി വന്നിട്ട് ഇയാൾ അടിക്കുന്നത്. പക്ഷെ ഇങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ സംഭവിക്കുന്നത് ഇയാൾ നേരത്തെ ഗ്രൗണ്ടിൽ വന്ന് നേരത്തെ നിന്ന് ഇയാളാണ് പിന്നെ വന്ന് ഇടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താക്കണം? ഏതാണോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഹയർ ഉള്ളത്, അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എപ്പോൾ? ടൈം ഓഫ് കൊളീഷൻ ഗ്രേറ്റർ ദാൻ ഇത് അല്ലെങ്കിൽ ഇതാകുമ്പോൾ ഇങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താക്കാം? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ റിലേറ്റീവ് ഫ്രെയിമിൽ വെച്ച് നോക്കുക. ഇതിന്റെ ടൈം ഓഫ് കൊളീഷൻ എത്രയാണെന്ന് നോക്കുക. ഇതിന്റെ ടൈം ഓഫ് കൊളീഷൻ ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്താക്കണം? ടൈം ഓഫ് കൊളീഷൻ ഇതാണ് കേട്ടോ എന്ന് നിങ്ങൾ പറയണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഐഡിയ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ എന്താക്കണം? അതിന് മനസ്സിലായ ഐഡിയ നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ ഐഡിയ വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. വേറെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇതേ ഐഡിയ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വെറുതെ ആലോചിച്ച് സമയം പോക്കേണ്ട ആവശ്യമില്ല. ഇമാജിൻ ചെയ്ത് സമയം പോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താകാം? ഈ ടൈപ്പ് ഐഡിയ, ഈ ടൈപ്പ് പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യനിൽ ഈ ഐഡിയ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടിയ എന്താണ്? ടൈം ഓഫ് കൊളീഷൻ ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുകയാണെങ്കിൽ ഇങ്ങനെ പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ആ സമയത്ത് ടൈം ഓഫ് കൊളീഷൻ എന്താണ്? ഏതാണ് ഹയർ ടൈം ഓഫ് ഫ്ലൈറ്റ് ഉള്ളത് അതാണ് ടൈം ഓഫ് കൊളീഷൻ വരാം. ബൗണ്ടറിയിലാണ് ഇവർ കൂട്ടിമുട്ടാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇതൊക്കെ ഷോർട്ട് നോട്ടിൽ ചിത്രമൊക്കെ വരച്ച് ഷോർട്ടായിട്ട് എഴുതണം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ എഴുതുകയാണ് നല്ലതാണ്. ഞാനിങ്ങനെ എഴുതുന്നുള്ളൂ. നമുക്ക് മനസ്സിലായ ഐഡിയ. അപ്പോൾ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ചോദിക്കുന്നത് നമ്മൾ ഏത് സ്ഥലത്താണ് മീറ്റ് ചെയ്യുന്നത്, ഏത് ലൊക്കേഷനിലാണ് മീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ ഈ പാർട്ടികൾ 10 മീറ്റർ/സെക്കൻഡ് മേലോട്ട് എറിയുന്നു, ഈ പാർട്ടികൾ ഇങ്ങനെ അറിയുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായ മെത്തേഡ് എന്താണ്? റിലേറ്റീവ് ഫ്രെയിമിൽ ചെയ്യാന്നുള്ളതാണ്. സോ റിലേറ്റീവ് ഫ്രെയിമിൽ നമ്മൾ ഇതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാണ്. സോ നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിലും എന്ത് ചെയ്യാം? റെസ്റ്റിലാന്ന് നിൽക്കാം. തൽക്കാലം ഞാൻ ഇയാൾ റെസ്റ്റിലാന്ന് പറയണം. ഇയാൾ റെസ്റ്റിലായി കഴിഞ്ഞാൽ ഇയാളെ വെലോസിറ്റി റിവേഴ്സ് ചെയ്ത് മറ്റേ കൊടുക്കാം. അപ്പോൾ മറ്റാളെ വെലോസിറ്റി എന്താവും? 15 മേലോട്ട്, 10 താഴോട്ട്. ഇയാളെ വെലോസിറ്റി മേലോട്ട് 5 മീറ്റർ/സെക്കൻഡ് എന്നാവും. ഇയാളെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G താഴോട്ട്, ഇയാളെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G താഴോട്ട്. സോ ഇയാളെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിവേഴ്സ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇയാൾക്ക് G താഴോട്ടും പിന്നെ G മേലോട്ടും. അപ്പോൾ ഇയാളെ ആക്സിലറേഷൻ എന്തായി? 0 ആയി. ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ രണ്ടുപേരും ഒരിക്കലും കൂട്ടിമുട്ടില്ല. കാരണം എന്താ? ഇയാൾ റെസ്റ്റിലുമാണ്, ഇയാൾ കോൺസ്റ്റന്റ് വെലോസിറ്റി 5 മീറ്റർ/സെക്കൻഡ് മേലോട്ട് പോവുകയും ചെയ്യാണ്. ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റാണ്. ഇവിടെ നമുക്ക് 15 പകരം 5 മീറ്റർ/സെക്കൻഡ് ആണ്, ഇത് 10 മീറ്റർ/സെക്കൻഡ് ആക്കാണ്. അപ്പോൾ എന്താ സംഭവിക്കാം? ആക്സിലറേഷൻ 0 തന്നെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിവേഴ്സ് ചെയ്യുമ്പോൾ 0 തന്നെ. ഇനി ഇയാളെ 10 മീറ്റർ/സെക്കൻഡ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന ഇയാൾ കൊടുക്കുന്നു. അപ്പോൾ 5 മേലോട്ട്, 10 താഴോട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇയാളെ മേലെ 5 താഴോട്ട്. അപ്പോൾ 5 മീറ്റർ/സെക്കൻഡ് താഴോട്ട്. ഈ ഡിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട് 100 മീറ്റർ എന്ന് വിചാരിക്കുക. ഇവിടെ 100 ആണ് ഉള്ളത്.
അപ്പോൾ നമുക്ക് ടൈം ഓഫ് കൊളീഷൻ എന്ന് പറയാൻ പറ്റും. ടൈം ഓഫ് കൊളീഷൻ വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. സോ 100 ഡിവൈഡ് ബൈ 5. 100 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 100 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ? 200 ഡിവൈഡ് ബൈ 10. 0 കട്ട് ചെയ്യുക, എത്ര വരും? 20 സെക്കൻഡ് വരും ഉത്തരം. സോ 20 സെക്കൻഡാണ് കൊളീഷൻ ടൈം എന്നാണ് നമുക്ക് റിലേറ്റീവ് ഫ്രെയിം വെച്ച് കിട്ടിയത്. ഇതേപോലെ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്രെയിം വെച്ച് കഴിഞ്ഞാലും 20 സെക്കൻഡ് തന്നെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് ശരിയാണോ ഇല്ല എന്നുള്ള കാര്യം നോക്കണം അല്ലേ? ഏതെങ്കിലും ഒരാൾ വന്ന് ഗ്രൗണ്ടിൽ തന്നെ ആദ്യം ഇയാൾ ഓൾറെഡി ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇയാൾ നേരെ ഗ്രൗണ്ടിൽ വന്ന് ഇട്ടിട്ട് പിന്നെ ഇയാൾ അടിച്ചിട്ടാണെങ്കിലോ ഇത് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ എന്താക്കണം? ടൈം ഓഫ് കൊളീഷൻ ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണോ നോക്കണം. ഫസ്റ്റ് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് മേലത്തെ പാർട്ടിക്കിൾ നോക്കാം. സോ മേലത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പാർട്ടിക്കിൾ എന്തായിരിക്കും? ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി അത് മേലോട്ട് 5 പ്ലസ് ഫൈനൽ വെർട്ടിക്കൽ സ്പീഡ് √u² പ്ലസ് 2g. സോ √5² പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു h എത്രയാണ്? 100 ഡിവൈഡ് ബൈ g ഡിവൈഡ് ബൈ 10. സോ എത്ര വരാം? 5 പ്ലസ് √25 ട്രെയിനാണ് 25 പ്ലസ് 2000 ഡിവൈഡ് ബൈ 10. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് √2025 എന്നായിരിക്കും ഈ ഭാഗം കിട്ടുക. സോ അത് 45 ആണ് വരുന്നത്. സോ 45 പ്ലസ് 5 50 ആയി. 50 ഡിവൈഡ് ബൈ 10 എന്ന് കഴിയുമ്പോൾ 5 സെക്കൻഡ് കിട്ടും. ഇവിടെ 5 സെക്കൻഡ് ആണ് ഇയാൾ ഉത്തരം വന്നത്. 5 സെക്കൻഡ്. ഇനി മറ്റേ പാർട്ടിക്കുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് നോക്കുമ്പോൾ 2u/g ആണ്. സോ ഇവിടെ 2 ഇൻറ്റു u എത്രയാണ്? 10 ആണ്. സോ 2 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10. സോ ഇവിടെ വരുന്നത് 2 സെക്കൻഡ് ആണ്. സോ ഇതിൽ ഹയർ ടൈം ഓഫ് ഫ്ലൈറ്റ് ഉള്ളത് ഹയർ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ആണ് ഹയർ ടൈം ഓഫ് ഫ്ലൈറ്റ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ടൈം ഓഫ് കൊളീഷൻ എത്ര കിട്ടിയത്? ടൈം ഓഫ് കൊളീഷൻ ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ? ടൈം ഓഫ് കൊളീഷൻ എത്രയാണ്? 20 സെക്കൻഡാണ് കിട്ടിയത്. ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? 5 സെക്കൻഡാണ് കിട്ടിയത്. സോ ഇക്വേഷൻ പ്രകാരം ഇവർ രണ്ടാളും കൊളൈഡ് ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് പൊളിഞ്ഞ് താഴോട്ടേക്ക് പോകും എന്നർത്ഥം. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടൈം ഓഫ് കൊളീഷൻ ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം ഓഫ് കൊളീഷൻ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ടി. സോ അതിൻ്റെ അർത്ഥം ടൈം ഓഫ് കൊളീഷൻ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ടി. ഗ്രേറ്റർ ടി ഏതാണ്? 5 സെക്കൻഡ്. സോ 5 സെക്കൻഡ് ആണ് ടൈം ഓഫ് കൊളീഷൻ. എവിടെയാണ്? കൊളൈഡ്സ് അറ്റ് ഗ്രൗണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ നേരത്തെ വന്ന് ഇവിടെ നിൽക്കുന്നത്, ഇയാൾക്കാണ് ഹയർ ടി അല്ലേ? ഹയർ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇയാളതാണ്. അപ്പോൾ ഇയാളാണ് നേരെ വൈകിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ടൈം ഓഫ് കൊളീഷൻ 5 സെക്കൻഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കിത് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എയിംസ് 2016 ചോദിച്ചൊരു ചോദ്യം നമുക്ക് ചെയ്യാം. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 100 മീറ്റർ ഹൈ. അപ്പോൾ 100 മീറ്റർ ഹൈ ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നും ഒരു പാർട്ടിക്കിൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. u ഈസ് ഈക്വൽ ടു 0. Okay. At the same instant, another ball is thrown upwards with a velocity of 40 meters per second from the bottom of the building. അതേ സമയത്ത് 40 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ വേറൊരു പാർട്ടിക്കിളിനെ മേലോട്ട് എറിയാണ് 40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ത്രോൺ അപ്വാർഡ്സ് അല്ലേ? ഓക്കെ, ദ ടു ബോൾസ് വിൽ മീറ്റ് ആഫ്റ്റർ. എത്ര സമയം കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കത് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? രണ്ട് പാർട്ടികൾ മീറ്റ് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ അവിടെ ഉണ്ട്. അപ്പം ആ ടൈപ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ടൈം ഓഫ് കൊളീഷൻ റിലേറ്റീവ് ഫ്രെയിമിൽ കാണാം. റിലേറ്റീവ് ഫ്രെയിമിൽ നിന്നും കാണാൻ പറ്റും, ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നും കാണാൻ പറ്റും. പക്ഷേ റിലേറ്റീവ് ഫ്രെയിമാണ് ഈസി. സോ റിലേറ്റീവ് ഫ്രെയിം വെച്ച് ടൈം ഓഫ് കൊളീഷൻ കാണാം. എന്നിട്ട് ആ ടൈം ഓഫ് കൊളീഷൻ ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണോ നോക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ഏതെങ്കിലും ഒരു പാർട്ടികളിനെ ടൈം ഓഫ് ഫ്ലൈറ്റിനെക്കാട്ടി കൂടുതലാണോ നോക്കാം. കൂടുതലാണെങ്കിൽ അത് തെറ്റായ ഉത്തരമാണ്. ഓക്കെ, സോ ശരിക്കുള്ള ഉത്തരം എന്താവും? കൂടുതലാണെങ്കിൽ ശരിക്കുള്ള ഉത്തരം എന്താവും? ശരിക്കുള്ള ഉത്തരം ഏതാണോ ഹയർ ടൈം ഓഫ് ഫ്ലൈറ്റ് അതായിരിക്കും ടൈം ഓഫ് കൊളീഷൻ. എവിടെ വെച്ചായിരിക്കും മീറ്റ് ചെയ്യുന്നത്? ഇവിടെ ഗ്രൗണ്ടിലാണ്. വേറെ ക്വസ്റ്റ്യനിൽ ബൗണ്ടറി ഒക്കെ തരും. സോ ആ സമയത്ത് ബൗണ്ടറിയിലാണ് മീറ്റ് ചെയ്യാം. ഇവിടെ ഗ്രൗണ്ടിലായിരിക്കും മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കത് സിംപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്താക്കാം? റിലേറ്റീവ് ഫ്രെയിമിൽ ചെയ്യാം. റിലേറ്റീവ് ഫ്രെയിമിൽ ചെയ്യാൻ പറ്റും.
നമുക്ക് വേണമെങ്കിൽ ഗ്രൗണ്ട് ഫ്രെയിമിലും ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ റിലേറ്റീവ് ഫ്രെയിം ആയതുകൊണ്ട് ഞാൻ റിലേറ്റീവ് ഫ്രെയിമിൽ ചെയ്യാം. ഞാൻ ഈ ഫ്രെയിം വെക്കുന്നത് നമ്മുടെ ഈ മേലെയുള്ള പാർട്ടികളുടെ മേലെയാണ്. സോ ഈ മേലെയുള്ള പാർട്ടികൾ റെസ്റ്റിലായി, അത് ഇനി എങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല, അത് റെസ്റ്റിലായി. ഇനി താഴെയുള്ള പാർട്ടികൾ എന്താവും? മേലെയുള്ള പാർട്ടികളുടെ വെലോസിറ്റി എന്താണോ അത് റിവേഴ്സ് ചെയ്ത് ഇയാൾക്ക് കൊടുക്കണം. സോ ഇയാൾക്ക് ഓൾറെഡി 40 മീറ്റർ പെർ സെക്കൻഡ് മേലുണ്ട്. ഇനി മേലെയുള്ള പാർട്ടികളുടെ വെലോസിറ്റി എന്താണ്? 0 അല്ലേ? അപ്പൊ അതിനൊന്നും കൊടുക്കാനൊന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇയാളെ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് മേലോട്ടാണുള്ളത്. ഇനി മേലെയുള്ള ആളെ മേലെ ജി താഴോട്ടുണ്ട്, താഴെയുള്ള ആളെ മേലെ ജി താഴോട്ടുണ്ട്. അപ്പം നമ്മൾ എന്താക്കും? ഇയാളെ റെസ്റ്റിലല്ല ആക്കുന്നത്. ഇയാളെ ആക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിവേഴ്സ് ചെയ്യാം, ഇയാൾക്ക് കൊടുക്കാം. അപ്പൊ എന്തായി? ഇയാൾക്ക് ജി താഴോട്ട്, ജി മേലോട്ട്, ഇയാളെ ആക്സലറേഷൻ എത്രയായി? 0 ആയി. സോ ഇവിടെ ആക്സലറേഷൻ 0 ആയി. ഇനി സിമ്പിളായി ചെയ്യാലോ. ഇയാൾ കോൺസ്റ്റന്റ് വെലോസിറ്റി മേലോട്ട് പോകണം. എത്ര ദൂരമാണ് മേലോട്ട് പോകുന്നത്? 100 മീറ്റർ ആണ് മേലോട്ട് പോകുന്നത്. സോ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് 100 ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സോ 40 ഇൻറ്റു ഡെൽറ്റ ടി ടൈം. അതായത് ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ടൈം എന്ന് പറയുന്നത് 100 ഡിവൈഡ് ബൈ സ്പീഡ് എത്രയാണ്? 40. കട്ട് ചെയ്ത് പോയാൽ 10/4 എന്ന് പറയുമ്പോൾ 2.5 സെക്കൻഡ്. സോ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 2.5 സെക്കൻഡ് ഉണ്ട്. ഓപ്ഷൻ നമ്പർ സി ആണ്. ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്ത് ചെക്ക് ചെയ്ത് നോക്കണം? ടൈം ഓഫ് കൊളീഷൻ ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കണം. സോ ഈ പാർട്ടികളുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ വരാം? റിലീസ് ചെയ്ത പാർട്ടികളുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് √2h/g ആയതുകൊണ്ട് ഇവിടെ 2 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10. സോ 0 കട്ട് ചെയ്ത് പോയി റൂട്ട് എന്തായി? 20 ആയി. ഇനി മറ്റേ ആളെ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്ര വരാം? ഇയാളുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ വരാം? ഇത് മേലുള്ള ആളെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇനി താഴത്തുള്ള ആ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ വരാം? 2u/g. 40 പറയുമ്പോൾ 2u/g. സോ 2 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 10. കട്ട് ചെയ്ത് പോയി 8 സെക്കൻഡ് വന്നു. സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇയാൾ ടൈം ഓഫ് കൊളീഷൻ 2.5 ആണ്. ഇത് ഈ √20നേക്കാളും 8നേക്കാളും കുറവാണ്. അപ്പൊ ടൈം ഓഫ് കൊളീഷൻ ലെസ് ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായ ഉത്തരമാണ്. ഈ ടൈം ഓഫ് കൊളീഷൻ ഗ്രേറ്റർ ദാൻ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കാം? ഗ്രൗണ്ടും പൊളിഞ്ഞ് താഴത്തേക്ക് പോയിട്ട് ഇടിച്ചെന്ന് പറയാം. ഇവിടെ ടൈം ഓഫ് കൊളീഷൻ ലെസ് ദാൻ √20 and 80 ആണ്. √20 and 8 ആണ്. അതുകൊണ്ട് ഇത് കറക്റ്റായ ഉത്തരം 2.5 തന്നെയാണ്. നമ്മൾ വെറുതെ ഒന്നും ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇമാജിൻ ചെയ്തിട്ട് സമയം പോകേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്ന് പൊസിഷനും കൂടി കാണാൻ പറ്റും. ഏത് പൊസിഷനിലാണ് ഇവർ രണ്ടുപേരും വന്നിട്ട് കൂട്ടിമുട്ടുന്നത് എന്നുള്ള കാര്യമാണെങ്കിൽ പറയാൻ പറ്റും. സോ കൂട്ടിമുട്ടുന്ന പൊസിഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ എച്ച് പൊസിഷനിലാണ് ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടിയെന്ന് വിചാരിക്കാം. ഇവിടെ എച്ച് പൊസിഷൻ, ഇവിടെ മേലെ ഒറിജിൻ ആക്കിയെടുത്ത്, അപ്പം ഇവിടെ 100 ആവും. ഇവിടെ മുതൽ ഇങ്ങോട്ട് ഒരു ഹൈറ്റ് എച്ച് ആക്കിയെടുത്ത്, അപ്പോൾ ഈ പൊസിഷൻ എച്ച് ആവും. സോ നമ്മൾ എന്താക്കാം? ഇയാളെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയാൾ റിലീസ് ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എച്ച് ഈസ് ഈക്വൽ ടു യു, എച്ച് -0 ആണ്, അതാണ് എച്ച് എന്ന്. എച്ച് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി. യു എത്രയാണ്? 0. സോ 0 ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് താഴോട്ട് നമ്മൾ തൽക്കാലം പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്. പോസിറ്റീവ് താഴോട്ട് എടുക്കുകയാണ്. സോ പ്ലസ് 10 ഇൻറ്റു ഡെൽറ്റ ടി സ്ക്വയർഡ് ബൈ 2. യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. സോ എച്ച് ഈസ് ഈക്വൽ ടു 5 ഡെൽറ്റ ടി സ്ക്വയർ. സോ എച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എത്ര സമയത്ത് കൊളേഷൻ നമ്മൾ കണ്ടെത്തി? 2.5 കണ്ടെത്തി. സോ 2.5 സ്ക്വയർ. സോ 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 625 വരും. സോ ഇവിടെ 2.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 6.25 എന്ന് വരും. 6.25 എന്ന് വരും. സോ 10 ഇൻറ്റു 6.25 എന്ന് പറഞ്ഞാൽ 62.5 ആണ്. സോ 5 ഇൻറ്റു 6.25 എന്ന് പറയുമ്പോൾ 62.5 ബൈ 2 വരും. അത് എത്ര വരാം? 31.25 വരും അല്ലേ? 31.25 എന്നാണ് വിചാരിക്കണം. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം, കമൻറ്റ് ചെയ്യാം. എച്ച് സിയിൽ 31.25. സോ ഈ ബിൽഡിങ്ങിൽ നിന്ന് 31.25 എന്നാണ് കൊളൈഡ് ചെയ്യുന്നത്. ഇവിടെയാണ് കൊളൈഡ് ചെയ്യുന്നത് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. പൊസിഷൻ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള വാല്യൂ വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എച്ച് കിട്ടിയത് 126 അല്ലെങ്കിൽ 150 അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉത്തരം തെറ്റാണ്. കാരണം ഗ്രൗണ്ട് പൊളിഞ്ഞ് താഴത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ രണ്ട് പാർട്ടികൾ ഒരു ഹൈറ്റിൽ നിന്നും താഴോട്ട് കയറിയാണ്.
ഹൈറ്റിൻ്റെ വാല്യൂ വന്നിട്ടില്ല. ഒന്നറിയുന്നത് v1 മീറ്റർ പെർ സെക്കൻഡും വേറൊന്ന് പറയുന്നത് v2 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇവിടെ v2 ഗ്രേറ്റർ ദാൻ v1 ആണ്. ഫൈൻഡ് സെപ്പറേഷൻ ആഫ്റ്റർ t സെക്കൻഡ്. t സെക്കൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള സെപ്പറേഷൻ എത്രയായിരിക്കും? അവരെന്തിനാണ് ഇവിടെ v2 ഗ്രേറ്റർ ദാൻ v1 എന്ന് പറഞ്ഞത്? ഇവിടെ ഇപ്പോൾ രണ്ടുപേരും v1 ഈക്വൽ v2 എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ സംഭവിക്കാം? എത്ര സെക്കൻഡ് കഴിഞ്ഞാലും അത് രണ്ടും ഒരേ പൊസിഷനിലേ എത്തുള്ളൂ അല്ലേ? v1 ഈക്വൽ രണ്ടും 10 മീറ്റർ പെർ സെക്കൻഡാണ് താഴോട്ടാണെങ്കിൽ ഏത് സമയത്തും രണ്ടും ഒരേ പൊസിഷനിലായിരിക്കും. ഇത് v2 ഗ്രേറ്റർ ദാൻ v1 ആകുമ്പോൾ ഇവിടെ കുറച്ച് v2 ആയിരിക്കും മുമ്പോട്ട് വരും. കുറച്ച് സമയം കഴിയുമ്പോൾ v2 മുമ്പോട്ട് വരും. ആദ്യം ഇങ്ങനെ എറിയുന്ന സമയത്ത് രണ്ടും ഒരുമിച്ചാണ്. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ v2 മുമ്പോട്ട് വരും. ഈ പാർട്ടിക്കിൾ രണ്ടാമത്തെ പാർട്ടിക്കിളായിരിക്കും മുമ്പിൽ. മനസ്സിലായോ? അപ്പോഴേ ഇങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. ഫൈൻഡ് സെപ്പറേഷൻ ആഫ്റ്റർ t സെക്കൻഡ്. t സെക്കൻഡ് കഴിഞ്ഞാൽ എറിയുമ്പോൾ 0 സെക്കൻഡ് എറിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ t സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ രണ്ടിനിടയിലുള്ള സെപ്പറേഷൻ ഉണ്ടായിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ രണ്ടുപേരും ഇവിടെ എത്തും. ഒരാൾ ഇവിടെ എത്തും, മറ്റാൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഈ സെപ്പറേഷനാണ് ചോദിക്കുന്നത്. ഈ സെപ്പറേഷനാണ് അവർ ചോദിക്കുന്നത്. t സെക്കൻഡ് കഴിയുമ്പോൾ അതിനിടയിലുള്ള സെപ്പറേഷൻ എന്തായിരിക്കും? സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൗണ്ട് ഫ്രെയിമിൽ ചെയ്യാം. ഞാൻ തൽക്കാലം അത് റിലേറ്റീവ് ഫ്രെയിമിൽ ചെയ്യാം. സോ ഞാനിവിടെ പറയാണ് ഫ്രെയിം ഓൺ ഇതിൽ ഞാൻ ഫ്രെയിം വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫ്രെയിം വെക്കുമ്പോൾ എന്താ ഉപയോഗിക്കാം? ഇയാൾ റെസ്റ്റിലായി. ഇയാളെ വെലോസിറ്റി എന്താണോ ഉള്ളത് അത് റിവേഴ്സ് ചെയ്ത് ഇയാൾക്ക് കൊടുക്കാം. സോ ഇയാളെ വെലോസിറ്റി എന്തായി? ഇത് റെസ്റ്റിലായി. ഇയാളെ വെലോസിറ്റി v2 മൈനസ് v1 ആയി. ഇയാളെ ആക്സഷൻ ഇങ്ങോട്ടുള്ളത് g താഴോട്ട്. ഇയാളെ ആക്സഷൻ g താഴോട്ട്. സോ ഇയാളെ ആക്സഷൻ റിവേഴ്സ് ചെയ്ത് ഇയാൾക്ക് കൊടുക്കാം. സോ ഇയാൾക്ക് g താഴോട്ട്, g മേലോട്ട്, ഇയാളെ ആക്സഷൻ 0. സോ നമുക്ക് പറയാൻ പറ്റും ഇയാളെ ആക്സലറേഷൻ 0 ആയി. ഇങ്ങനെയാണ് തുടങ്ങുന്ന സമയത്തുള്ളത്. ഓക്കെ. സോ ആഫ്റ്റർ t സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഇടയിലുള്ള സെപ്പറേഷൻ ഡെൽറ്റ എക്സ്. ഇയാൾ റെസ്റ്റിലല്ലേ? ഇയാൾ റെസ്റ്റിലായി കഴിഞ്ഞാൽ t സെക്കൻഡ് കഴിയുമ്പോൾ എന്താ ഉപയോഗിക്കാം? t സെക്കൻഡ് കഴിയുമ്പോൾ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം ഇയാൾ റെസ്റ്റിലാണ്, മൂവ് ചെയ്യുന്നില്ല. t സെക്കൻഡ് കഴിയുമ്പോൾ ഇയാൾ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ഇയാൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? v2 മൈനസ് v1 ആണ്. കാരണം ആക്സലറേഷൻ 0 അല്ലേ, വെലോസിറ്റി മാറില്ല. അപ്പോൾ t സെക്കൻഡ് കഴിയുമ്പോൾ ഇങ്ങനെയുള്ളത് ആഫ്റ്റർ t സെക്കൻഡ് ഉള്ളത്. ഇത് 0 സെക്കൻഡിലാണ് ഇങ്ങനെയുള്ളത്, 0 സെക്കൻഡ്. സോ ആഫ്റ്റർ t സെക്കൻഡ് ഇങ്ങനെയുള്ളത്, ആഫ്റ്റർ t സെക്കൻഡ് ഇങ്ങനെയുള്ളത്. സോ ഇതിനുള്ള സെപ്പറേഷൻ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ എക്സ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവാണ് അല്ലേ? ആക്സിഡന്റ് 0 അല്ലേ? സോ നമുക്കറിയാം എന്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ഇൻറ്റു t. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇങ്ങനെ അല്ലാതെ വേറെ വിധത്തിൽ നിങ്ങൾ ഗ്രൗണ്ട് ഫ്രെയിമിൽ ചെയ്യാനും പറ്റും. ഗ്രൗണ്ട് ഫ്രെയിം ചെയ്യുന്ന എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങളത് ഗ്രൗണ്ട് ഫ്രെയിം ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കാം. ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്രെയിം എന്നാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ഇയാളെ കാര്യം നോക്കുകയാണ്, ഇയാളെ ഡിസ്പ്ലേസ്മെന്റ് നോക്കുകയാണ്. ഇത് ഞാൻ ഡെൽറ്റ എക്സ് 0 എന്ന് ഇതാണ്. സോ ഈ ഡെൽറ്റ എക്സ് 0 വരാൻ പോകുന്നത് ഇയാളെ v1 വെലോസിറ്റിയിലാണ് താഴോട്ടുള്ളത്. ഞാൻ താഴോട്ട് പോസിറ്റീവാക്കി എടുക്കണം. താഴോട്ട് പോസിറ്റീവാക്കി എടുക്കുമ്പോൾ v1 പോസിറ്റീവ് ആവും. സോ ഇവിടെ v1 ഡെൽറ്റ t സെക്കൻഡ് അല്ല ചോദിച്ചപ്പോൾ v1 t പ്ലസ് g t1 സ്ക്വയർഡ് ബൈ 2. ഇങ്ങനെയാണ് ഇയാളെ ഡെൽറ്റ എക്സ് 0 വന്നത്. ഇനി ഇയാളത് എന്താ വരുന്നത്? താഴത്തുള്ള ഇയാളത് വരുന്നത് ഡെൽറ്റ എക്സ് ഇങ്ങനെ കുത്തി വരച്ചിട്ടത്. അതെത്ര വരുന്നത്? ഡെൽറ്റ എക്സ് കുത്തി വരച്ചിട്ടത് വിൽ ബി ഈക്വൽ ടു, അത് താഴോട്ട് വരണം. അപ്പോൾ v2 t പ്ലസ് g t2 സ്ക്വയർഡ് ബൈ 2 എന്ന് വരും. t സെക്കൻഡ് കഴിയേണ്ടതല്ലേ ചോദിച്ചത്. അപ്പോൾ ഇവിടെ t1 എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ t എന്നേ പറയാൻ പറ്റുള്ളൂ. g t സ്ക്വയർ ബൈ 2, ഇവിടെ g t സ്ക്വയർ ബൈ 2 അങ്ങനെ വരാം. സോ ഇതിനുള്ള സെപ്പറേഷൻ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് കുത്തിവച്ചിട്ടത് മൈനസ് ഡെൽറ്റ എക്സ് 0. ഇവിടെ മുതൽ ഇയാളെ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ഇയാളെ ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ക്വസ്റ്റ്യൻ വരാം. സോ അത് എത്ര വരുന്നത്? ഇവിടെ v2 t പ്ലസ് g t സ്ക്വയർ ബൈ 2, ഇവിടെ v1 t പ്ലസ് g t സ്ക്വയർ ബൈ 2. g t സ്ക്വയർ ബൈ 2 g t സ്ക്വയർ ബൈ 2 ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താണ്ടാവും? v2 t മൈനസ് v1 t, അതായത് v2 മൈനസ് v1 ഇൻറ്റു t. നമുക്ക് നേരത്തെ കിട്ടിയ തന്നെ ഉത്തരം ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് എന്തായാലും കിട്ടും. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് റിലേറ്റീവ് ഫ്രെയിമിൽ നിന്നും സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം രണ്ടും താഴോട്ടേക്കാണ്, രണ്ടിൻ്റെ ആക്സലേഷൻ താഴോട്ടേക്കാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് കുറച്ച് അറ്റൻറ്റീവായിട്ട് കേൾക്കാം. കാരണം ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് എനിക്ക് കുറച്ച് കുറവാണ്. ശ്രദ്ധിക്കാം. ഇവിടെ രണ്ട് പാർട്ടിക്കിളുണ്ട്. ഒരു പാർട്ടിക്കിൾ 5 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പം അത് മേലോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻഡ് സെപ്പറേഷൻ ആഫ്റ്റർ 1 സെക്കൻഡ് ആൻഡ് 2 സെക്കൻഡ്.
സോ ഈ കേസിൽ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടൊക്കെ ആയതുകൊണ്ട് പ്രശ്നമാണ്. കാരണം ഇപ്പം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് ഈ ഗ്രൗണ്ട് പൊളിഞ്ഞ് താഴോട്ട് പോകാൻ പറ്റില്ല. നേരത്തെ കേസിൽ രണ്ടുപേർക്കും താഴോട്ടേ വരാൻ പറ്റുള്ളൂ. ഇവിടെ അത് ആക്സിഡന്റ് ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടൊക്കെ ആയതുകൊണ്ട് ഇയാൾ ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് നിൽക്കാം അല്ലേ. അതുകൊണ്ട് സെപ്പറേഷൻ ഗ്രൗണ്ട് തടയുന്നതുകൊണ്ട് സെപ്പറേഷൻ നമുക്ക് കിട്ടുന്നത് റിലേറ്റീവ് ഫ്രെയിം വെച്ച് കിട്ടുന്ന ഉത്തരം തെറ്റാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സോ നമുക്കറിയാം ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താക്കണം, ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുനോക്കാം. സോ ഈ പാർട്ടിക്കിളിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് നോക്കുമ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u/g. സോ 2 × 5 / 10. സോ നമുക്ക് 1 സെക്കൻഡ് കിട്ടി. അതായത് ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ തിരിച്ചെത്താൻ 1 സെക്കൻഡ് എടുത്തു. 1 സെക്കൻഡ് എടുത്തിട്ടാണ് ഇയാൾ ഇവിടെ തന്നെ തിരിച്ചെത്തിയത്. 5 m/s എറിഞ്ഞിട്ട് 1 സെക്കൻഡ് എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് അതർ പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u/g. 2 × 10 / 10. എത്ര കിട്ടിയത്? 2 സെക്കൻഡ്. അതായത് ഇയാൾ 1 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇയാൾ എവിടെ ഉണ്ടാവാൻ? 2 സെക്കൻഡാണ് ഇയാൾ ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ 1 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇയാൾ ടോപ്പിലുണ്ടാവും അല്ലേ. ഇനി 2 സെക്കൻഡ് ആകുമ്പോൾ എന്താ സംഭവിക്കാം? 2 സെക്കൻഡ് ആകുമ്പോൾ 1 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ ടോപ്പിലുണ്ടാവും അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ വയ്ക്കാണ്. 1 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ ടോപ്പിലുണ്ടാവും. ടു സെക്കൻഡ് ആകുമ്പോൾ എന്താ സംഭവിക്കാം? 2 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം ഈ ഗ്രൗണ്ട് എത്തില്ല, ഇനി അയാൾക്ക് പോകാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഇയാൾ എന്തായി ഉണ്ടാവും? ഇയാൾ ഇവിടുന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ടാവും. 2 സെക്കൻഡ് ആകുമ്പോൾ ആദ്യം ഇവിടുന്ന് ഇങ്ങനെ പോയി മേലെ നിന്ന് 1 സെക്കൻഡ് ആകുമ്പോൾ ഉണ്ടാകുമ്പോൾ 2 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ താഴത്തേക്ക് എത്തി. ഇപ്പോൾ ഇയാൾ ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് 2 സെക്കൻഡ്. നമ്മൾ കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്ത് ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഫൈൻഡ് സെപ്പറേഷൻ ആഫ്റ്റർ 1 സെക്കൻഡ്. 1 സെക്കൻഡ് കഴിയുമ്പോൾ സെപ്പറേഷൻ എത്രയാണ്? 1 സെക്കൻഡ് കഴിയുമ്പോൾ ഫസ്റ്റത്തെ പാർട്ടികൾ ഗ്രൗണ്ടിൽ നിന്ന് ഹിറ്റ് ചെയ്ത്, രണ്ടാമത്തെ പാർട്ടികൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണുള്ളത്. സോ ഇതിന് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ അറിയാം അല്ലേ. നിങ്ങൾ എന്താ പഠിച്ചത്? h = u²/2g. അപ്പം ഞാനിത് h എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സെപ്പറേഷൻ h എന്തായിരിക്കും? u² / 2g. സോ അതായത് ഈ പാർട്ടികൾ എറിഞ്ഞത് 10 m/s ആണ്. സോ ഇവിടെ 10² / 2 × 10. സോ 10 കട്ട് ചെയ്ത് പോയാൽ 10/2 എത്രയായി? 5 മീറ്റർ എന്നായി. ഓക്കെ, നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ അല്ലേ. ഇതെങ്ങനെ കിട്ടിയത്? v² - u² = 2a Δx. ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ v 0 ആവും. സോ അങ്ങനെ h = u²/2g. ഇതാണ് സെപ്പറേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏത് വെച്ചും ചെയ്യാം, റിലേറ്റീവ് ഫ്രെയിം വെച്ചും ചെയ്യാം. കാരണം എന്താണ്? ഈ 1 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ ഇവിടെ കറക്റ്റ് ഈ പൊസിഷനിലാണ്. നമുക്ക് 1 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ഇയാൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുള്ളൂ, ഗ്രൗണ്ട് പൊളിച്ച് പോയിട്ടില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് റിലേറ്റീവ് ഫ്രെയിം വെച്ച് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? റിലേറ്റീവ് ഫ്രെയിം വെക്കുമ്പോൾ ഫ്രെയിം ഓൺ ഇയാളെ മേലെ ഫ്രെയിം വെക്കാം. ഇയാളെ മേലെ ഫ്രെയിം വെക്കുമ്പോൾ ഇയാൾ റെസ്റ്റിലായി. ഇയാൾ എത്രയാണ് വെലോസിറ്റി ഉള്ളത് അത് റിവേഴ്സ് ചെയ്ത് ഇയാൾ കൊടുക്കാം. അപ്പം എത്രയായി? ഇങ്ങോട്ടേക്ക് 5 m/s ആയി. ഇയാൾ ആക്സലേഷൻ എന്താവും? 0 ആവും. കാരണം എന്താ? g താഴോട്ട്. ഈ g റിവേഴ്സ് ചെയ്ത് ഇയാൾ കൊടുക്കാം. g താഴോട്ട്, g മേലോട്ട് കട്ട് ചെയ്ത് പോയി ആക്സിഡന്റ് ആയി 0 ആയി. ഓക്കെ, ഇനി 1 സെക്കൻഡ് കഴിഞ്ഞ് സെപ്പറേഷൻ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് Δx = വെലോസിറ്റി ഇൻറ്റു ടൈം. ആക്സിലറേഷൻ 0 അല്ലേ, വെലോസിറ്റി ഇൻറ്റു ടൈം. സോ 5 × 1 എത്ര കിട്ടി? 5 മീറ്റർ കിട്ടി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റത്തെ ഭാഗം റിലേറ്റീവ് ഫ്രെയിം വെച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് പ്രശ്നം പറ്റും. നോക്കിക്കോ, രണ്ടാമത്തെ ഭാഗത്ത് എത്തുമ്പോൾ എന്താ പറയുക? രണ്ടാമത്തെ ഭാഗത്ത് സെപ്പറേഷൻ ആഫ്റ്റർ 2 സെക്കൻഡ് എന്ന് ചോദിക്കണം. സോ 2 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾക്ക് 1 സെക്കൻഡിൽ ഗ്രൗണ്ടിൽ എത്തി. ഇനി 2 സെക്കൻഡ് ആകുമ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഇനി അങ്ങോട്ട് താഴോട്ട് പോകാൻ കഴിയില്ല.
മനസ്സിലായോ? അപ്പം നമ്മൾ എന്താക്കണം, ഇമാജിനേഷനെ വെച്ച് ചെയ്യണം. അപ്പോൾ 1 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ ഇവിടെ, 2 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ ഇവിടെ, 2 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ എന്തായി, ഇയാൾ നേരെ ഇവിടെ എത്തി, തിരിച്ചുവിടെത്തുമ്പോൾ ഈ സെപ്പറേഷൻ എത്രയാണ്, 0 മീറ്റർ ആണ്. കാരണം 2 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ ഇവിടെ, മറ്റേ ഇവിടെ, സെപ്പറേഷൻ എത്രയായി, 0 മീറ്റർ. പക്ഷെ നമ്മൾ റിലേറ്റീവ് ഫ്രെയിമിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്രെയിമിലോ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകും. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം തെറ്റായി കിട്ടും. നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ റിലേറ്റീവ് ഫ്രെയിം വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. റിലേറ്റീവ് ഫ്രെയിം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഫ്രെയിം ഓൺ ഈ കുന്ത്രാണ്ടത്തിൻ്റെ മേലെ തന്നെ ഫ്രെയിം വെക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. സോ വെലോസിറ്റി 5 ആണ്. സോ 5 ഇൻറ്റു 2, ടൈം 2 സെക്കൻഡ് അല്ലേ പറഞ്ഞത്, അപ്പോൾ 10 മീറ്റർ എന്ന് വരും. അപ്പോൾ അതെന്താണ്, തെറ്റും. ഇതാണ് കറക്റ്റ്. ഇത് തെറ്റും. തെറ്റാനുള്ള കാരണം എന്താ? തെറ്റാനുള്ള കാരണം ഈ ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം ഈ ഇക്വേഷൻ അറിയില്ല. ഈ ഇക്വേഷൻ എന്താ നോക്കുന്നത്, ഗ്രൗണ്ട് ഇല്ല. അപ്പം 1 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ, 2 സെക്കൻഡ് ആകുമ്പോൾ ഗ്രൗണ്ട് ഇങ്ങനെ താഴോട്ടേക്ക് പോയി. അപ്പോൾ 2 സെക്കൻഡ് ആകുമ്പോൾ ഇയാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ 10 മീറ്റർ എന്നാണ്. മനസ്സിലായോ? ഗ്രൗണ്ട് ഇല്ല, അപ്പോൾ ഇയാൾ നേരെ താഴോട്ട് പോവാം. 2 സെക്കൻഡ് ആകുമ്പോൾ ഈ പാർട്ടികൾ ഇവിടെ ഉണ്ടാവും, മറ്റേ പാർട്ടികൾ ഇവിടെ ഉണ്ടാവും. ഈ ഡിസ്റ്റൻസ് 10 മീറ്റർ ആവും എപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ. പക്ഷെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഇമാജിനേഷൻ വെച്ച് ചെയ്യണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ JEE അഡ്വാൻസിൻ്റെ ലെവലിലേക്ക് മാറാൻ പറ്റുന്നത്. ഇതൊക്കെ പറഞ്ഞത് അടുത്ത ലെക്ചർ കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ലെക്ചർ നമ്മൾ ലിഫ്റ്റ് പ്രോബ്ലംസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അടുത്ത ലെക്ചർ കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്റ്റർബ് ആവരുത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താക്കണം, ഒന്ന് റിവൈസ്, ഒന്നുകൂടി ഒന്ന് ബാക്കോട്ട് അടിച്ച് ഒന്നുകൂടി കണ്ടുനോക്കാം. ഞാൻ എൻ്റെ മാക്സിമം നോക്കിയിട്ടുണ്ട്. കുറേ പ്രോബ്ലംസ് ചെയ്യാൻ സംഭവം സിമ്പിളാണ്. ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ശരിയായില്ലെങ്കിൽ ജീവിതമല്ലേ, ശരിയാവും. നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് നല്ലതിനാണ്, നമുക്കറിയില്ല അത് നമുക്ക് നല്ലതാണോ ചീത്താണോ. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാതെ നിൽക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം അറിയുന്നത് നമ്മളല്ലല്ലോ, നമുക്ക് എല്ലാം അറിയില്ലല്ലോ. ഭാവിയിൽ നമുക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും ചില കാര്യങ്ങൾ മനസ്സിലാവാത്തത്. അങ്ങനെ കാര്യമുണ്ട്. അപ്പോൾ ജീവിതം അങ്ങനെയൊക്കെ ഉണ്ടാവും. ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും.